എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് അനില ജയപ്രകാശ്, ലീഗൽ ഡെസ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും നന്നായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരേയൊരു വസ്തു നമ്മുടെ മൊബൈൽ ഫോണാണ്. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, എവിടെയാണ് പോകുന്നത്, എത്ര പണം ചെലവാക്കുന്നു, ആരെയാണ് സ്നേഹിക്കുന്നത്, ആരെയാണ് ഭയക്കുന്നത്, എല്ലാം ഈ ഒരു ചെറിയ ഫോൺ നമ്മോട് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്. ഒരാളുടെ ഫോൺ അനുമതിയില്ലാതെ മറ്റൊരാൾ പരിശോധിക്കുന്നത് ശരിയാണോ? നിയമപരമായി അത് കുറ്റമാണോ? പലർക്കും തോന്നുന്നുണ്ടാവാം ഇതെല്ലാം വീട്ടുകാര്യങ്ങളല്ലേ, ഭർത്താവിൻ്റെ ഫോൺ ഭാര്യ നോക്കിയാൽ എന്താ തെറ്റ്, അച്ഛൻ മകൻ്റെ ഫോണിൽ നോക്കിയാൽ എന്താ തെറ്റ്, ബന്ധത്തിൽ രഹസ്യം വേണ്ടല്ലോ. പക്ഷേ നിയമം വികാരത്തിലല്ല, അവകാശങ്ങളിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരാളുടെ സ്വകാര്യത അഥവാ പ്രൈവസി ഒരു അടിസ്ഥാന അവകാശം ആണ്. അത് വീട്ടിലായാലും പുറത്തായാലും ബന്ധത്തിലായാലും ജോലിയിലായാലും വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം. ഇന്നത്തെ കാലത്ത് സ്വകാര്യത എന്നത് വാതിലടച്ച മുറിയിലോ ഡയറിയിലോ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. അത് ഡിജിറ്റൽ രൂപത്തിൽ നമ്മുടെ ഫോണിലാണ്. ഒരു ഫോൺ തുറക്കുമ്പോൾ നമ്മളൊരു ഉപകരണം തുറക്കുന്നതല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനുമതിയില്ലാതെ മറ്റൊരാളുടെ ഫോൺ തുറക്കുന്നത്, അവൻ്റെ മെസ്സേജ് വായിക്കുന്നത്, കോൾ ലോഗ്സ് പരിശോധിക്കുന്നത്, ഫോട്ടോ നോക്കുന്നത്, ഇതെല്ലാം പ്രൈവസി ഇൻവേഷൻ ആണ്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് നിയമപരമായ ഗുരുതര വിഷയം തന്നെയാണ്. പലർക്കും ഇവിടെ ഒരു സംശയമുണ്ടാവും, എൻ്റെ ഭാര്യയുടെ ഫോൺ ഞാൻ നോക്കിയാൽ കേസാകുമോ? എൻ്റെ ഭർത്താവ് എൻ്റെ ഫോൺ പരിശോധിച്ചാൽ അത് തെറ്റാണോ? ഉത്തരം സിമ്പിളാണ്. കൺസെന്റ് ഇല്ലെങ്കിൽ അത് തെറ്റാണ്. ബന്ധം നിങ്ങളെ ഓണർ ആക്കുന്നില്ല, വിവാഹം നിങ്ങളെ കൺട്രോളർ ആക്കുന്നില്ല, സ്നേഹം നിങ്ങളെ സ്പൈ ആക്കുന്നില്ല. ഒരാളുടെ ഫോൺ അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്. അത് ലോക്കർ കീ പോലെ തന്നെയാണ്. ലോക്കർ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് അത് തുറക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടാകില്ല. ഇന്ത്യയിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്നൊരു നിയമമുണ്ട്. ഈ നിയമം പറയുന്നത് വളരെ വ്യക്തമാണ്. അനുമതിയില്ലാതെ മറ്റൊരാളുടെ ഡിജിറ്റൽ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് കുറ്റമാണ്. അത് ഒരു ഹാക്കർ ചെയ്താലും ഭാര്യ ചെയ്താലും ഭർത്താവ് ചെയ്താലും നിയമത്തിന്റെ കണക്കിൽ ഒരുപോലെ തന്നെയാണ്. ഒരാളുടെ ഫോൺ പാസ്വേഡ് ചോർത്തി തുറക്കുക, ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ബലമായി അൺലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അറിവില്ലാതെ സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇതെല്ലാം സൈബർ ഒഫൻസായി മാറാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന വിഷയം, ചിലർ കരുതുന്നു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതല്ലേ, ഞാൻ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തതല്ലേ. പക്ഷേ സ്വകാര്യ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രൈവസി വയലേഷൻ ആണ്. ഒരാളുടെ പേഴ്സണൽ ചാറ്റ്സ് നിങ്ങളുടെ തെളിവായി ഉപയോഗിക്കാമോ എന്നത് കോടതിക്ക് പോലും സംശയമുള്ള ഒരു വിഷയം. കാരണം ഇല്ലീഗൽ ആക്സസ് വഴി കിട്ടിയ തെളിവുകൾ പല സാഹചര്യങ്ങളിലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ഇനി പോലീസിന്റെ കാര്യത്തിലേക്ക് വരാം. പലർക്കും ഭയമുണ്ട്, പോലീസ് എപ്പോൾ വേണമെങ്കിലും ഫോൺ നോക്കുമോ എന്ന്. അങ്ങനെ ഇഷ്ടത്തിന് നോക്കാൻ പറ്റില്ല. പോലീസിന് പോലും നിങ്ങളുടെ ഫോൺ പരിശോധിക്കാൻ നിയമപരമായ അധികാരം വേണം. രണ്ടിലേതെങ്കിലും ആയിരിക്കണം. ഒന്നാമത് നിങ്ങളുടെ വ്യക്തമായ സമ്മതം, രണ്ടാമത് കോടതിയുടെ നിയമപരമായ ഉത്തരവ്. രണ്ടുമില്ലാതെ ഫോൺ പരിശോധിച്ചാൽ അത് നിയമവിരുദ്ധ നടപടിയായി മാറും. ഇനി പാരന്റ് ചൈൽഡ് വിഷയത്തിലേക്ക് വരാം. കുട്ടികളുടെ ഫോൺ അവരുടെ സുരക്ഷയ്ക്കായി പരിശോധിക്കുന്നത് ഒരു സാമൂഹിക ആവശ്യമായി തോന്നാം. പക്ഷേ അവിടെയും അതിരുകൾ വേണം. കുട്ടിയുടെ സുരക്ഷയും കുട്ടിയുടെ ഡിഗ്നിറ്റിയും ബാലൻസ് ചെയ്യേണ്ടതാണ്. ബലമായി ഭീഷണിപ്പെടുത്തി അവരെ കുറ്റവാളികളായി കാണിച്ച് ഫോൺ പരിശോധിക്കുന്നത് മാനസികമായി
കുട്ടികൾക്ക് ഗുരുതര പ്രതിഫലങ്ങൾ ഉണ്ടാക്കും. ഇന്നത്തെ ലോകത്ത് ഫോൺ നോക്കൽ എന്നത് ഒരു ചെറിയ ക്യൂരിയോസിറ്റി അല്ല, അത് വിശ്വാസം തകർക്കുന്ന പ്രവൃത്തിയാണ്. അത് ബന്ധം വഷളാക്കുന്ന ഇടപെടലാണ്. അത് നിയമപരമായി അപകടം നിറഞ്ഞ വഴി തന്നെയാണ്. ഒരാൾ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ അനുമതിയില്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായ അവകാശങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് പരാതി നൽകാം, നിയമസഹായം തേടാം. നിയമം നിങ്ങളെ സംരക്ഷിക്കും. ഇത് ഭീഷണിപ്പെടുത്താൻ പറഞ്ഞതല്ല, ഇത് ബോധവൽക്കരണത്തിന് മാത്രമാണ്. നമ്മൾ പലപ്പോഴും എൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറാറുണ്ട്. മൊബൈൽ ഫോൺ ഒരു ഉപകരണം മാത്രമല്ല, അത് ഒരു മനുഷ്യന്റെ സ്വകാര്യ ലോകമാണ്. ആ ലോകത്തിലേക്ക് കടക്കാൻ ബന്ധവും അധികാരവും മതിയാകില്ല. അനുമതി വേണം, നിയമം വേണം, മാന്യത വേണം. സ്വകാര്യത ബഹുമാനിക്കാത്തിടത്ത് ബന്ധം ഉണ്ടാകില്ല, നിയമം മാത്രമേ ഉണ്ടാകൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദിസ് ഈസ് അഡ്വക്കേറ്റ് അനില ജയപ്രകാശ്. താങ്ക് യു.